പിണറായി ഇരട്ടച്ചങ്കനല്ല ഇരട്ടത്താപ്പനെന്ന് മുഖ്യമന്ത്രിക്ക് ഭാഷാ പണ്ഡിതനുള്ള അവാർഡ് നൽകണമെന്ന് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ്. ശബരിമലയിൽ 4 വോട്ടിന് വേണ്ടി അഭിപ്രായം മാറ്റില്ലെന്ന് പറഞ്ഞവർ പിന്നെ വീട് കയറി മാപ്പ് പറഞ്ഞുവെന്ന് സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയോട് ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞ പിണറായി ഇപ്പോൾ കെ ബി ഗണേശിനെ സംരക്ഷിക്കുന്നുവെന്നും സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് ഭാഷാ പണ്ഡിതനുള്ള അവാർഡ് നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ഭാഷാ പ്രയോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമില്ലെന്നും നികൃഷ്ട ജീവി മുതൽ ചെറ്റ വരെ എന്തെല്ലാം വാക്കുകളാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചതെന്നും സതീശൻ പരിഹസിച്ചു. വി.ഡി. സതീശന്റെ അഭിമുഖം നീക്കം ചെയ്ത സംഭവം മെറ്റയ്ക്ക് സംഭവിച്ച അബദ്ധമെന്നും പോലീസ് ആവശ്യപ്പെട്ടത് കമന്റുകൾ നീക്കം ചെയ്യാനെന്നും രത്തൻ ഖേൽക്കർ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അഭിമുഖം ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിലും ബി.ജെ.പി സീൽ വിവാദത്തിലുമടക്കം മറുപടിയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. അഭിമുഖം സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും നീക്കിയത് മെറ്റയ്ക്ക് സംഭവിച്ച അബദ്ധമാണെന്നും അഭിമുഖത്തിലെ കമന്റുകൾ നീക്കം ചെയ്യാനാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നതെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. കമന്റുകൾ പലതും മോശം ഭാഷയിലായിരുന്നു, അതിനാലാണ് പോലീസ് ഇടപെട്ടത്. കമന്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതിൽ വീഡിയോ തന്നെ നീക്കം ചെയ്യുന്ന സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അഭിമുഖത്തിന്റെ ഭാഗം റെസ്റ്റോർ ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അബദ്ധത്തിൽ സംഭവിച്ച കാര്യമാണിത്. പോലീസ് IT ആക്ട് പ്രകാരം അധികാരമുണ്ട്. മെറ്റയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിച്ചിട്ടുണ്ട്. പോലീസ് നടപടികൾ അവർ വിശദീകരിച്ചിട്ടുണ്ട്. നീക്കം ചെയ്ത വീഡിയോകളുടെ കൃത്യമായ കണക്ക് ഇപ്പോഴില്ല. സൈബർ പോലീസിംഗ് നടക്കുന്നുണ്ട്. പോലീസ് നടപടിയിൽ പരാതിയുണ്ടെങ്കിൽ പരിഹരിക്കാൻ സംവിധാനമുണ്ടെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. ചട്ടങ്ങൾ പ്രകാരമാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. പെരുമാറ്റച്ചട്ട ലംഘനമുണ്ടെങ്കിൽ പോലീസിന് ഇടപെടാം. പ്രത്യേക നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ നൽകിയിട്ടില്ലെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. തുടർഭരണം വ്യക്തികളിൽ ഫാസിസ്റ്റ് പ്രവണത കൂട്ടുമെന്ന നിലപാടിലുറച്ച് ബി അശോക് IAS. തുടർഭരണം ഫാസിസ്റ്റ് പ്രവണത കൂട്ടുമെന്ന കേരള ശബ്ദത്തിലെ ലേഖനത്തെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കി ബി അശോക് IAS. താൻ സർക്കാരിനെ വിമർശിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് നേതാക്കൾ ഉത്തരം നൽകണമെന്നും അഭിപ്രായം പറഞ്ഞാൽ സൈബർ ആക്രമണം എന്ന രീതി ശരിയല്ലെന്നും അശോക് പ്രതികരിച്ചു.